മഹാപ്രളയത്തിനു മുൻപുള്ള ഭീകരമായ ശാന്തത പോലെ വലിയൊരു മാറ്റത്തിൻ്റെ കൊടുങ്കാറ്റിനു മുൻപ് ജീവിതം അസാധാരണമായൊന്ന് നിശബ്ദമാകാറുണ്ട്. ആർത്തലച്ചു വരുന്ന തിരമാലകൾ കരയിലേക്ക് ആഞ്ഞടിക്കുന്നതിനു മുൻപ് ശക്തി സംഭരിക്കാനായി ഒന്ന് പിന്നോട്ട് വലിയില്ലേ? കൃത്യം അതുപോലെ തന്നെയാണത്. നിങ്ങളിപ്പോൾ കടന്നുപോകുന്നത് അങ്ങേയറ്റം പ്രയാസമേറിയ ഒരു ഘട്ടത്തിലൂടെയാണോ? കടക്കെണികളും സാമ്പത്തിക പ്രതിസന്ധികളും നിങ്ങളെ ശ്വാസം മുട്ടിക്കുന്നുണ്ടോ? എങ്കിൽ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ജീവിതം മാറിമറിയാൻ പോകുന്നതിൻ്റെ സൂചനയാകാമിത്. ഒരു വലിയ വെളിച്ചത്തിലേക്കോ അപ്രതീക്ഷിതമായ സൗഭാഗ്യത്തിലേക്കോ നിങ്ങൾ നടന്നു കയറാൻ പോകുകയാണെന്ന് പ്രപഞ്ചം നിങ്ങളോട് വിളിച്ചു പറയുകയാണ്. പക്ഷേ തിരക്കുപിടിച്ച ഈ ലോകത്ത് പ്രകൃതിയുടെ ഈ രഹസ്യഭാഷ തിരിച്ചറിയാൻ നമ്മളിൽ പലർക്കും കഴിയാറില്ല. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ പണമോ വലിയ സമ്പത്തോ വന്നുചേരാൻ പോകുന്നു എന്ന് ഉറപ്പിച്ചു പറയാവുന്ന 8 അസാധാരണ ലക്ഷണങ്ങളെക്കുറിച്ചാണ്. ആരും അധികം ശ്രദ്ധിക്കാത്ത, എന്നാൽ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്ന ആ 8 രഹസ്യങ്ങൾ എന്തൊക്കെയാണ്? പക്ഷേ ഒരു നിബന്ധന: ഈ ലക്ഷണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടു തുടങ്ങിയാൽ അതാരോടും, നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തിനോട് പോലും വെളിപ്പെടുത്തരുത്. എന്തുകൊണ്ടെന്നോ, മണ്ണിൽ മുളപൊട്ടി വരുന്ന ഒരു വിത്തിന് ആ മണ്ണിൻ്റെ ഇരുട്ടും നനവും അത്യാവശ്യമാണ്. സൂര്യപ്രകാശം പോലും അമിതമായാൽ ആ മുള കരിഞ്ഞുപോയേക്കാം. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ഭാഗ്യവും. അത് പൂർണ്ണമായും നിങ്ങളുടെ കൈകളിൽ എത്തുന്നതുവരെ ഒരു രഹസ്യമായി സൂക്ഷിച്ചാൽ മാത്രമേ ആ പോസിറ്റീവ് ഊർജം നിലനിൽക്കുകയുള്ളൂ. അതുകൊണ്ട് ഒരല്പം പോലും ശ്രദ്ധ തിരിക്കാതെ ഈ വീഡിയോ അവസാനം വരെ കാണുക. ഒരുപക്ഷെ ഈ നിമിഷം മുതൽ നിങ്ങളുടെ ജീവിതം തന്നെ മാറിമറിഞ്ഞേക്കാം. നമുക്ക് ചുറ്റുമുള്ള പ്രപഞ്ചത്തിന് നമ്മളോട് സംസാരിക്കാൻ അതിൻ്റേതായ വഴികളുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് പണമെന്നത് വെറും കടലാസോ ബാങ്ക് ബാലൻസോ മാത്രമാണെന്നാണ്. എന്നാൽ ആഴത്തിൽ ചിന്തിച്ചാൽ പണമെന്നത് ഒരു ഊർജമാണ്. അത് ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവാഹമാണ്. ആ പ്രവാഹം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വഴിതിരിഞ്ഞു വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അന്തരീക്ഷത്തിലും നിങ്ങളുടെ മനസ്സിലും ചില മാറ്റങ്ങൾ പ്രകടമാകും. അതിലേറ്റവും പ്രധാനപ്പെട്ടതും എന്നാൽ നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കുന്നതുമായ ആദ്യത്തെ ലക്ഷണമെന്നത് അപ്രതീക്ഷിതമായ ചില നഷ്ടങ്ങളാണ്. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. വലിയ സമ്പത്ത് വരുന്നതിന് തൊട്ടുമുൻപ് ചിലപ്പോൾ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായി ചിലത് നഷ്ടപ്പെട്ടേക്കാം. അതൊരുപക്ഷെ കാലങ്ങളായി നിങ്ങൾ കൊണ്ടു നടന്ന, എന്നാൽ നിങ്ങൾക്കൊട്ടും ഗുണകരമല്ലാത്ത ഒരു സൗഹൃദമാകാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് മടുപ്പ് തോന്നിയിരുന്ന ഒരു ജോലിയാവാം. അതുമല്ലെങ്കിൽ പ്രവർത്തിക്കാതെ കിടന്നിരുന്ന പഴയ ഗൃഹോപകരണങ്ങൾ കേടായി പോകുന്നതാവാം. ഇത് കാണുമ്പോൾ നമ്മൾ ആദ്യം വിഷമിക്കും. ഈശ്വരാ, കഷ്ടപ്പാടിൻ്റെ കൂടെ ഇതും കൂടി വന്നല്ലോ എന്ന് ചിന്തിക്കും. എന്നാൽ ഓർക്കുക, പുതിയതൊന്നിന് വരണമെങ്കിൽ പഴയത് ഒഴിഞ്ഞു പോകണം. നിറഞ്ഞിരിക്കുന്ന ഒരു ഗ്ലാസ്സിലേക്ക് വീണ്ടും വെള്ളമൊഴിച്ചാൽ അത് പുറത്തേക്ക് പോകുകയുള്ളൂ. പ്രപഞ്ചം നിങ്ങളുടെ ജീവിതത്തെ വലിയൊരു സൗഭാഗ്യത്തിനായി ഒരുക്കിയെടുക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ആവശ്യമില്ലാത്ത നെഗറ്റീവ് എനർജി തരുന്ന കാര്യങ്ങളെ പ്രകൃതി തന്നെ നീക്കം ചെയ്യുന്നതാണ് ഈ നഷ്ടങ്ങൾ. അതുകൊണ്ട് ചെറിയ നഷ്ടങ്ങൾ സംഭവിക്കുമ്പോൾ തളരാതെ വരാനിരിക്കുന്ന വലിയ ലാഭത്തെ ഓർത്ത് സമാധാനിക്കുക. ഇനി രണ്ടാമത്തെ കാര്യം വളരെ വിചിത്രമാണ്, എന്നാൽ അനുഭവസ്ഥർക്ക് പെട്ടെന്ന് മനസ്സിലാകും. നിങ്ങൾക്ക് പെട്ടെന്നൊരു ദിവസം വെറുതെ ഇരിക്കുമ്പോൾ തോന്നും, പഴയതുപോലെ ആവലാതികളും പരാതികളും പറയാൻ തോന്നുന്നില്ല എന്ന്. പണ്ടൊക്കെ പണമില്ലാത്തതിനെക്കുറിച്ചോ കടങ്ങളെക്കുറിച്ചോ ഓർക്കുമ്പോൾ നെഞ്ചിലൊരു തീയായിരുന്നുവെങ്കിൽ ഇപ്പോൾ എവിടെ നിന്നോ കിട്ടിയ ഒരു ധൈര്യം പോലെ, അല്ലെങ്കിൽ എല്ലാം ശരിയാകുമെന്ന ഒരു ഉറച്ച വിശ്വാസം ഉള്ളിൽ വരുന്നതുപോലെ തോന്നും. മനസ്സിലെ വലിയ തിരയിളക്കങ്ങൾ മാറി വല്ലാത്ത ഒരു ശാന്തത അനുഭവപ്പെടാൻ തുടങ്ങും. പണം വരുന്നതിന് മുൻപ് നിങ്ങളുടെ വൈബ്രേഷൻ അല്ലെങ്കിൽ ആന്തരിക ഊർജം ഉയരുമെന്നതിൻ്റെ ലക്ഷണമാണിത്. സമ്പത്ത് എന്നത് സമാധാനമുള്ളിടത്തേക്ക് ഒഴുകിയെത്തും. നിങ്ങൾ എപ്പോഴാണോ ആവലാതികൾ നിർത്തി ഉള്ളതുകൊണ്ട് സംതൃപ്തി കണ്ടെത്താനും വരാനിരിക്കുന്നതിൽ പ്രതീക്ഷയർപ്പിക്കാനും തുടങ്ങുന്നത്, അപ്പോൾ നിങ്ങളുടെ മനസ്സ് ഒരു കാന്തം പോലെയായി മാറും. ഈ ശാന്തത അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ സമ്പത്തിനെ ആകർഷിക്കാൻ പാകത്തിന് പക്വത പ്രാപിച്ചു കഴിഞ്ഞു എന്ന് ഉറപ്പിക്കാം. ഈ സമയത്ത് നിങ്ങൾ ആരോടും തർക്കിക്കാൻ പോകില്ല, ആരെയും കുറ്റപ്പെടുത്താൻ പോകില്ല. വെറുതെ ഒരിടത്ത് ശാന്തമായിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കും. ഈ നിശബ്ദതയാണ് വിജയത്തിൻ്റെ മുന്നോടിയായുള്ള കാഹളം. ഈ മാറ്റങ്ങൾ മാനസികമായി മാത്രമല്ല, ഭൗതികമായി നിങ്ങളുടെ കൺമുന്നിലും തെളിയാൻ തുടങ്ങും. അതാണ് മൂന്നാമത്തെ ലക്ഷണം. അപ്രതീക്ഷിതമായി ചെറിയ തുകകൾ നിങ്ങളെ തേടിവരും. നമ്മൾ പലപ്പോഴും ലക്ഷങ്ങളും കോടികളും സ്വപ്നം കാണുമ്പോൾ വഴിയിൽ നിന്ന് കിട്ടുന്ന 1 രൂപയെയോ അല്ലെങ്കിൽ പഴയ ഒരു ജീൻസിൻ്റെ പോക്കറ്റിൽ നിന്ന് കിട്ടുന്ന 10 രൂപയെയോ അവഗണിക്കാറുണ്ട്. എന്നാൽ പ്രപഞ്ചത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ വലിയ തുകയെന്നോ ചെറിയ തുകയെന്നോ ഉള്ള വ്യത്യാസമില്ല. അവിടെ സമൃദ്ധി എന്ന ഒറ്റ വാക്ക് മാത്രമേയുള്ളൂ.
നിങ്ങൾക്ക് അപ്രതീക്ഷിതമായി എവിടെ നിന്നെങ്കിലും ഒരു ചെറിയ തുക ലഭിക്കുകയോ അല്ലെങ്കിൽ വാങ്ങാൻ പോയ സാധനത്തിന് വിചാരിച്ചതിലും വലിയ ഡിസ്കൗണ്ട് കിട്ടുകയോ അതുമല്ലെങ്കിൽ ആരെങ്കിലും ഒരു ചെറിയ സമ്മാനം നൽകുകയോ ചെയ്താൽ അത് നിസാരമായി കാണരുത്. പണം നിങ്ങളെ തേടി വരാൻ തുടങ്ങിയെന്നതിൻ്റെ ആദ്യ പടിയാണത്. ആ ചെറിയ തുകയെ ബഹുമാനത്തോടെ സന്തോഷത്തോടെ സ്വീകരിക്കുക. എനിക്ക് പണം ലഭിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് മനസ്സിനോട് പറയുക. എപ്പോഴാണോ നിങ്ങൾ ചെറിയ നേട്ടങ്ങളെ നന്ദിയോടെ സ്വീകരിക്കുന്നത്, അപ്പോഴാണ് വലിയ നേട്ടങ്ങൾക്കുള്ള വാതിൽ തുറക്കപ്പെടുന്നത്. വഴിയിൽ നിന്ന് കിട്ടുന്ന ഒരു നാണയം പോലും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമാണെന്ന് വിശ്വസിക്കുന്നവർക്കാണ് സാമ്പത്തിക ഉയർച്ചയുണ്ടാകുന്നത്. അതുകൊണ്ട് ഇത്തരം ചെറിയ ലക്ഷണങ്ങൾ കണ്ടാൽ കണ്ണു തുറന്ന് കാണുക, അതിനെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുക. ഇനി പറയാൻ പോകുന്ന നാലാമത്തെ ലക്ഷണം ഒരുപക്ഷെ നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാവാം: ആവർത്തിച്ചു വരുന്ന സംഖ്യകൾ. നിങ്ങൾ മൊബൈൽ ഫോണിൽ സമയം നോക്കുമ്പോൾ 11:11, 2:22 അല്ലെങ്കിൽ വാഹനങ്ങളുടെ നമ്പറുകളിൽ 858, 555 എന്നിങ്ങനെയുള്ള ഒരേപോലത്തെ സംഖ്യകൾ, പ്രത്യേകിച്ച് 8 എന്ന സംഖ്യ അവിചാരിതമായി വീണ്ടും വീണ്ടും കാണുന്നുണ്ടോ? എങ്കിലത് വളരെ ശക്തമായ ഒരു ലക്ഷണമാണ്. ന്യൂമറോളജി പ്രകാരം 8 എന്നത് സമ്പത്തിൻ്റെയും അനന്തമായ ഒഴുക്കിൻ്റെയും ചിഹ്നമാണ്. നിങ്ങൾ എവിടെ നോക്കിയാലും 8ന്റെ സാന്നിധ്യം കാണുന്നുണ്ടെങ്കിൽ പ്രപഞ്ചം നിങ്ങളോട് സംസാരിക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങളുടെ സമയം തെളിഞ്ഞിരിക്കുന്നു, നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കാൻ പോകുന്നു എന്ന സന്ദേശമാണ് അത് നൽകുന്നത്. ഇതിനെ ഏഞ്ചൽ നമ്പേഴ്സ് എന്ന് വിളിക്കാറുണ്ട്. ഇത് കാണുമ്പോൾ വെറുതെ കണ്ടുപോകാതെ ആ നിമിഷമൊന്ന് കണ്ണടച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ വലിയ സ്വപ്നം മനസ്സിൽ കണ്ട് നന്ദി പറയുക. ഈ സംഖ്യകൾ വെറുതെ വരുന്നതല്ല, അത് പ്രകൃതി നിങ്ങൾക്ക് കാണിച്ചു തരുന്ന വഴികാട്ടികളാണ്. നിങ്ങളുടെ ശ്രദ്ധ എങ്ങോട്ടാണ് പോകേണ്ടത് എന്നത് ഓർമ്മിപ്പിക്കുന്നു. അടുത്തതായി അഞ്ചാമത്തെ ലക്ഷണം നിങ്ങളുടെ സ്വപ്നങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഉറക്കത്തിൽ നാം കാണുന്ന സ്വപ്നങ്ങൾ പലപ്പോഴും നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ സന്ദേശങ്ങളാണ്. പണം വരാൻ പോകുന്ന സമയത്ത് നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങൾക്കും മാറ്റമുണ്ടാകും. തെളിഞ്ഞ വെള്ളം, ധാന്യങ്ങൾ, പച്ചപ്പുള്ള വയലുകൾ അല്ലെങ്കിൽ ഉയരത്തിലേക്ക് കയറിപ്പോകുന്ന കോവണികൾ എന്നിവ സ്വപ്നം കാണുന്നത് ശുഭസൂചനയാണ്. പ്രത്യേകിച്ച് പാൽ, തൈര് അല്ലെങ്കിൽ വെണ്ണ തുടങ്ങിയവ സ്വപ്നത്തിൽ വരുന്നത് ഐശ്വര്യത്തിൻ്റെ ലക്ഷണമായി പഴമക്കാർ പറയാറുണ്ട്. അതുപോലെ തന്നെ മഴ നനയുന്നതായോ ഒഴുകുന്ന പുഴയുടെ തീരത്ത് നിൽക്കുന്നതായോ സ്വപ്നം കണ്ടാൽ അത് ധനത്തിൻ്റെ ഒഴുക്കിനെ സൂചിപ്പിക്കുന്നു. വെള്ളം എന്നത് വികാരങ്ങളുടെയും സമ്പത്തിൻ്റെയും പ്രതീകമാണ്. തടസ്സമില്ലാതെ ഒഴുകുന്ന വെള്ളം കാണിക്കുന്നത് നിങ്ങളുടെ സാമ്പത്തിക തടസ്സങ്ങൾ മാറിപ്പോകാൻ പോകുന്നു എന്നാണ്. ഇത്തരം സ്വപ്നങ്ങൾ കണ്ടുണരുമ്പോൾ വല്ലാത്തൊരു ഉന്മേഷവും സന്തോഷവും നിങ്ങൾക്ക് തോന്നും. ആ പോസിറ്റീവ് എനർജി അന്നത്തെ ദിവസം മുഴുവൻ നിലനിൽക്കുകയും ചെയ്യും. ഇതൊന്നും അന്ധവിശ്വാസമല്ല, മറിച്ച് നമ്മുടെ മനസ്സ് വിജയത്തിനായി പാകപ്പെടുമ്പോൾ തലച്ചോറ് നൽകുന്ന ദൃശ്യങ്ങളാണിവ. ആറാമത്തെ ലക്ഷണം അല്പം കൂടി വ്യത്യസ്തമാണ്. മറ്റുള്ളവരുടെ വിജയത്തിൽ നിങ്ങൾക്ക് തോന്നിയിരുന്ന അസൂയയോ കുശുമ്പോ മാറി ആത്മാർത്ഥമായി സന്തോഷിക്കാൻ തുടങ്ങുന്ന ഒരവസ്ഥ. പണ്ടൊക്കെ ആരെങ്കിലും വലിയ കാറ് വാങ്ങിയാലോ അല്ലെങ്കിൽ ബിസിനസ്സിൽ വിജയിച്ചാലോ അവന് ഭാഗ്യമുണ്ട്, അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും തട്ടിപ്പ് നടത്തിയിട്ടുണ്ടാകും എന്നൊക്കെ ചിന്തിച്ചിരുന്ന മനസ്സ് മാറി നന്നായി വരട്ടെ, അവനെപ്പോലെ എനിക്കും വളരാൻ സാധിക്കും എന്ന ചിന്തയിലേക്ക് നിങ്ങളെത്തും. ഇത് വളരെ വലിയൊരു മാറ്റമാണ്. എപ്പോഴാണോ നിങ്ങൾ സമ്പന്നരെയും സമ്പത്തെയും വെറുക്കുന്നത് നിർത്തുന്നത്, അപ്പോൾ മാത്രമാണ് സമ്പത്ത് നിങ്ങളെ തേടി വരിക. പണത്തെ സ്നേഹിക്കുന്നവർക്കേ പണം കിട്ടൂ. മറ്റൊരാളുടെ വിജയത്തിൽ നിങ്ങൾ കൈയടിക്കുമ്പോൾ പ്രപഞ്ചത്തോട് നിങ്ങൾ പറയുന്നത് എനിക്കും ഇതിഷ്ടമാണ്, എനിക്കും ഇത് വേണം എന്നാണ്. അസൂയ എന്നത് ദാരിദ്ര്യത്തിൻ്റെ ഭാഷയാണ്. അഭിനന്ദനം എന്നത് സമ്പത്തിൻ്റെ ഭാഷയും. നിങ്ങളുടെ മനസ്സ് ഈ രണ്ടാമത്തെ ഭാഷ സംസാരിച്ചു തുടങ്ങിയെങ്കിൽ നിങ്ങളുടെ പോക്കറ്റ് നിറയാൻ അധികം താമസമില്ല എന്നുറപ്പിക്കാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യമുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും നിങ്ങളുടെ ചുറ്റുമുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് കുഴഞ്ഞു മറിയുന്നത് പോലെ. വീട് മാറേണ്ടി വരുന്നു, അല്ലെങ്കിൽ സ്ഥിരമായി പോയിക്കൊണ്ടിരുന്ന വഴിയിൽ തടസ്സങ്ങൾ വരുന്നു, അങ്ങനെ എന്തൊക്കെയോ അസ്വസ്ഥതകൾ. ഇതാണ് ഏഴാമത്തെ സൂചനയായി പലപ്പോഴും വരുന്നത്. കെയോസ് ബിഫോർ ഓർഡർ എന്ന് പറയും. എല്ലാം കൃത്യമായി അടുക്കി വയ്ക്കുന്നതിന് മുൻപ് ഒന്ന് അലങ്കോലപ്പെടും. ഒരു വീട് പണിയുന്ന കാര്യം ആലോചിച്ചു നോക്കൂ. മനോഹരമായ വീട് ഉയരുന്നതിനു മുൻപ് ആ സ്ഥലം മുഴുവൻ മണ്ണും കല്ലും കൊണ്ട് വൃത്തികേടായി കിടക്കില്ലേ? അതുപോലെ നിങ്ങളുടെ ജീവിതം മനോഹരമായ ഒന്നിലേക്ക് മാറുന്നതിനു മുൻപ് നിലവിലുള്ള വ്യവസ്ഥിതി ഒന്ന് ഇളകി മറിയും. ഇത് കണ്ട് ഭയപ്പെടരുത്. ഇത് മാറ്റത്തിൻ്റെ സൂചനയാണ്. പഴയ വേരുകൾ അറുത്തുമാറ്റി പുതിയ മണ്ണിൽ വേര് പിടിക്കാൻ പോകുന്നതിൻ്റെ വേദനയാണിത്. ഈ സമയത്ത് ക്ഷമയോടെ കാത്തിരിക്കുക എന്നതാണ് പ്രധാനം. ഈ കുഴപ്പങ്ങളെല്ലാം വരാനിരിക്കുന്ന വലിയ നന്മയിലേക്കുള്ള പാലമാണ് എന്ന് തിരിച്ചറിയുക. ഏഴാമത്തെ ലക്ഷണത്തെക്കുറിച്ച് പറയുമ്പോൾ അസ്വസ്ഥതകളിലൂടെയാണ് വലിയ മാറ്റങ്ങൾ വരുന്നത് എന്ന് നമ്മൾ കണ്ടു. ഇനി നമ്മൾ എത്തി നിൽക്കുന്നത് എട്ടാമത്തെയും ഏറ്റവും നിർണായകവുമായ ലക്ഷണത്തിലാണ്. ഇതാണ് ഏറ്റവും സൂക്ഷ്മമായ എന്നാൽ ഏറ്റവും ശക്തമായ സൂചന.
പെട്ടെന്നൊരു ദിവസം നിങ്ങൾക്ക് തോന്നും എന്റെ ജീവിതത്തിലെ ലക്ഷ്യം പണം മാത്രമല്ല എന്ന്. ഇത് കേൾക്കുമ്പോൾ വിരോധാഭാസമായി തോന്നാം. പണം വരാൻ പോകുന്നതിന്റെ ലക്ഷണമായി പണത്തോടുള്ള ആർത്ത് കുറയുന്നതെങ്ങനെയെന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. പക്ഷേ സത്യം അതാണ്. എപ്പോഴാണോ നിങ്ങൾ പണത്തിന് പിന്നാലെ ഓടുന്നത് നിർത്തി ചെയ്യുന്ന കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താൻ തുടങ്ങുന്നത്, അപ്പോഴാണ് പണം നിങ്ങളുടെ പിന്നാലെ ഓടി വരുന്നത്. ഒരു പൂമ്പാറ്റയെ പിടിക്കാൻ പിന്നാലെ ഓടിയാൽ അത് പറന്നകന്നു പോകും. എന്നാൽ നിങ്ങൾ പൂന്തോട്ടത്തിൽ ശാന്തനായിരുന്നാൽ അത് വന്ന് നിങ്ങളുടെ തോളിലിരിക്കും. പണത്തിന്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. പണം എന്നത് ഒരു ഫലമാണ്, നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം. പണത്തിനു വേണ്ടിയുള്ള നെട്ടോട്ടം നിർത്തി മൂല്യമുള്ള എന്തെങ്കിലും ചെയ്യാനോ മറ്റുള്ളവരെ സഹായിക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവിനെ പൂർണ്ണമായി ഉപയോഗിക്കാനോ നിങ്ങൾ തയ്യാറാകുമ്പോൾ പ്രകൃതി അതിന്റെ ഭണ്ഡാരം നിങ്ങൾക്കായി തുറന്നു തരും. ഈയൊരു മാനസികാവസ്ഥയിലേക്ക്, അതായത് ഫലത്തെക്കുറിച്ച് ആകുലപ്പെടാതെ കർമ്മത്തിൽ മുഴുകുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ടോ എങ്കിൽ ഉറപ്പിച്ചോളൂ, നിങ്ങൾ വിജയത്തിന്റെ പടിവാതിൽക്കൽ എത്തിക്കഴിഞ്ഞു. ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത് പ്രകൃതി നൽകുന്ന സൂചനകളെക്കുറിച്ചാണ്. എന്നാൽ ഈ സൂചനകൾ കണ്ടതുകൊണ്ട് മാത്രം കാര്യമില്ല. ഇത് കണ്ടുകഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അതാണ് ഈ രഹസ്യത്തിന്റെ താക്കോൽ. ഓർക്കുക, തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇതാരോടും പറയരുത് എന്നാണ്. എന്തുകൊണ്ടാണ് ഈ രഹസ്യം സൂക്ഷിക്കാൻ പറയുന്നത്? നമ്മുടെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഗർഭാവസ്ഥയിലുള്ള കുഞ്ഞിനെപ്പോലെയാണ്. അത് പുറം ലോകം കാണാൻ പാകമാകുന്നതുവരെ സുരക്ഷിതമായ ഒരിടത്ത് വളരണം. നിങ്ങളെല്ലാവരോടും എനിക്ക് പണം വരാൻ പോകുന്നു എന്നോ എനിക്ക് ഈ ലക്ഷണങ്ങൾ കാണുന്നുണ്ട് എന്നോ വിളിച്ചു പറഞ്ഞാൽ മറ്റുള്ളവരുടെ സംശയങ്ങളും പരിഹാസങ്ങളും അസൂയയും കലർന്ന നോട്ടങ്ങൾ നിങ്ങളുടെ ആത്മവിശ്വാസത്തെ തകർക്കും. ഓ, ഇതൊക്കെ വെറുതെ തോന്നുന്നതാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ മതി നിങ്ങളുടെ ഉള്ളിലെ ആ തീപ്പൊരി അണഞ്ഞുപോകാൻ. അതുകൊണ്ട് ഈ ലക്ഷണങ്ങൾ കണ്ടാൽ അതുള്ളിലൊരു സന്തോഷമായി മാത്രം സൂക്ഷിക്കുക. നിങ്ങളുടെ ചുണ്ടിലൊരു ചെറിയ പുഞ്ചിരിയായി അത് വിരിയട്ടെ, അല്ലാതെ വാക്കുകളായി പുറത്തേക്കൊഴുകാതിരിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ ഈ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗ്രാറ്റിറ്റ്യൂഡ് അഥവാ നന്ദി പ്രകടിപ്പിക്കുക എന്നതാണ്. ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന സൗഭാഗ്യങ്ങൾക്ക് മുൻകൂട്ടി നന്ദി പറയുക. ഈശ്വര, എന്നെ സമൃദ്ധിയിലേക്ക് നയിക്കുന്നതിന് നന്ദി എന്ന് മനസ്സിൽ പറയുക. കിട്ടാത്ത കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുന്നതിനു പകരം കിട്ടാൻ പോകുന്ന കാര്യങ്ങളെ ഓർത്ത് സന്തോഷിക്കുക. ഈ നന്ദി മനോഭാവം നിങ്ങളുടെ ഓറയെ അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള ഊർജ്ജവലയത്തെ ശുദ്ധീകരിക്കും. പോസിറ്റീവ് എനർജി ഉള്ളിടത്തേക്ക് പണം കടന്നുവരൂ. അതുപോലെ തന്നെ നിങ്ങളുടെ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക. അലങ്കോലമായ മുറികളിലും പൊടിപിടിച്ച മൂലകളിലും ദാരിദ്ര്യമാണ് വസിക്കുക. ലക്ഷ്മി ദേവിക്ക് കുടികൊള്ളാൻ വൃത്തിയും വെളിച്ചവുമുള്ള ഇടങ്ങൾ വേണം. കേടായ സാധനങ്ങൾ മാറ്റുക. വീടിന്റെ മുൻവാതിൽ എപ്പോഴും സ്വാഗതം ചെയ്യുന്ന രീതിയിൽ അലങ്കരിക്കുക. ഇതൊക്കെ ചെറിയ കാര്യങ്ങളായി തോന്നാം, പക്ഷെ വലിയ ഫലങ്ങളുണ്ടാക്കുന്ന മാറ്റങ്ങളാണ്. ഇപ്പോൾ നിങ്ങളൊരു വലിയ യാത്രയുടെ തുടക്കത്തിലാണ്. ഇരുണ്ട തുരങ്കത്തിലൂടെ നടന്ന് ഒടുവിൽ വെളിച്ചം കാണാറായതുപോലെ. ഇത്രയും കാലം നിങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്കും കണ്ണുനീരിനും അപമാനങ്ങൾക്കുമെല്ലാം ഒരു അർത്ഥമുണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് വൈകാതെ ബോധ്യമാകും. ആ കഷ്ടപ്പാടുകൾ നിങ്ങളെ ഈ നിമിഷത്തിനായി ഒരുക്കുകയായിരുന്നു. ഒരു കരിങ്കല്ലിനെ ശില്പമാക്കാൻ ഉളികൊണ്ട് വേദനിപ്പിക്കുന്നതുപോലെ ജീവിതം നിങ്ങളെ കൊത്തിയെടുക്കുകയായിരുന്നു. നാളെ ലോകത്തിനു മുന്നിൽ തലയുയർത്തി നിൽക്കാൻ പാകത്തിലുള്ള ഒരു മനോഹര ശില്പമായി. അതുകൊണ്ട് ഇനി വരുന്ന ഓരോ ദിവസവും പ്രതീക്ഷയോടെ നോക്കിക്കാണുക. ചെറിയ തടസ്സങ്ങൾ വന്നാലും തളരരുത്, കാരണം അത് വിജയത്തിന് തൊട്ടുമുൻപുള്ള അവസാന പരീക്ഷയാവാം. ഓർക്കുക, നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല. നിങ്ങളെ വിജയത്തിന്റെ നെറുകയിലെത്തിക്കാൻ പ്രപഞ്ചം മുഴുവൻ കാത്തിരിക്കുകയാണ്. നമ്മൾ ഇന്ന് പങ്കുവച്ച ഈ 8 ലക്ഷണങ്ങളിൽ ഒരെണ്ണമെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ ഒരു ചലനമുണ്ടാക്കിയെങ്കിൽ അത് പ്രപഞ്ചത്തെ അറിയിക്കാനുള്ള സമയമാണ്. മറ്റൊന്നും പറയേണ്ടതില്ല. ഞാൻ തയ്യാറാണ് അല്ലെങ്കിൽ റെഡി എന്ന് മാത്രം കമന്റ് ബോക്സിൽ കുറിക്കുക. അത് ഈ പ്രപഞ്ചവുമായി നിങ്ങൾ ഒപ്പിടുന്ന ഉടമ്പടിയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യത്തിന്റെയും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ഒരു പുതിയ അധ്യായം തുടങ്ങാൻ പോകുന്നു. ആ പൊൻപുലരിക്കായി പൂർണ്ണ വിശ്വാസത്തോടെ കാത്തിരിക്കാം. വിശ്വസിക്കുക, കഠിനാധ്വാനം ചെയ്യുക, ഒപ്പം നിങ്ങളുടെ ലക്ഷ്യങ്ങൾ മൗനമായി കാത്തുസൂക്ഷിക്കുക. തീർച്ചയായും അത്ഭുതങ്ങൾ നിങ്ങളെ തേടിയെത്തും. ഈ അറിവ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വെളിച്ചമായെങ്കിൽ അത് മറ്റുള്ളവരിലേക്കും പകരുക. എന്നാൽ നിങ്ങളുടെ വ്യക്തിപരമായ അനുഭവങ്ങൾ രഹസ്യമായി തന്നെ വെക്കാൻ ശ്രദ്ധിക്കണം. കൂടുതൽ പേരിലേക്ക് ഈ പോസിറ്റീവ് എനർജി എത്തിക്കാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മനോഹരമായ ഒരു നാളെയെ സ്വപ്നം കാണുക. ആകാശത്തോളം ഉയരാൻ ചിറകുകൾ വിരിക്കുക. പരക്കട്ടെ പ്രകാശം.